ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നവംബർ 23 ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യാനുള്ള രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ് ഇന്നത്തെ ധ്യാനത്തിൽ പറയുന്നത്. ഈ രണ്ടാമത്തെ വഴി ദാനധർമ്മമാണ്. ആദ്യത്തെ വഴി നമ്മൾ ഇന്നലെ കണ്ടല്ലോ, പ്രാർത്ഥനയാണ്. രണ്ടാമത്തെ വഴി ദാനധർമ്മമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കും. ദാനം ചെയ്യുമ്പോൾ ഒരേ സമയത്ത് 3 ഗുണങ്ങളുണ്ട്. ഒന്ന്, ദാനം ചെയ്യുന്ന ആളിന് ദൈവം ആത്മീയവും ലൗകികവുമായ അനവധി നന്മകൾ നൽകുന്നു. അത് സ്വീകരിക്കുന്നവനോ തൻ്റെ ആവശ്യം സാധിച്ചതുകൊണ്ട് സന്തുഷ്ടനായി കൃതജ്ഞതനായി ദാതാവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. ദാനം കൊടുത്തവന് വേണ്ടിയും പ്രാർത്ഥിക്കും. അതുപോലെ ദാനം നമ്മൾ ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നുവോ ആ മനുഷ്യന് വേണ്ട നന്മകൾ ദൈവം നൽകുന്നു. ഇങ്ങനെ ദാനധർമ്മത്തിന് കുറേയേറെ ഫലങ്ങളുണ്ട്. തോബീത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദാനം പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുമെന്ന്. അന്ധകാരത്തിൽ പോകുന്നതിന് ആത്മാവിനെ അത് അനുവദിക്കുന്നില്ല എന്ന്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദാതാക്കൾക്ക് വലിയ ശരണമുണ്ടായിരിക്കും. നമ്മുടെ കുറേ പാപങ്ങൾക്ക് പരിഹാരമാണ് കേട്ടോ ദാനധർമ്മം. പ്രിയ കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ദാനം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വേറൊരു കാര്യം ദാനമായിട്ട് കിട്ടും, നിത്യജീവൻ. നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ തോതനുസരിച്ച് മോചിപ്പിക്കും. ദാനം കഷ്ടപ്പെടുന്നവർക്ക് കൊടുത്താൽ കൂടുതൽ പ്രയോജനമുണ്ട്. ദാനം കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ നോക്കണം. വളരെ കഷ്ടതയിലായിരിക്കുന്നവരെ സഹായിച്ചാൽ കൂടുതൽ പ്രയോജനം ഉണ്ടാകും. ദാനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് പ്രയോജനകരമാകണമെങ്കിൽ നമ്മൾ ദൈവേഷ്ടപ്രസാദത്തിലായിരിക്കണം. നമ്മൾ പാപം ചെയ്ത് ചാവദോഷം ചെയ്തിട്ട് പുണ്യപ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെ ഫലം എത്രത്തോളമാണെന്ന് ദൈവത്തിനേ അറിയൂ. നമ്മൾ പാപം ചെയ്യാതെ നല്ല അവസ്ഥയിലായിരിക്കണം. നമ്മളിൽ അഹങ്കാരം, നമ്മളിൽ കോപം, ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം ഇതെല്ലാം വെച്ചിട്ട് ജഡികാസക്തി, ദ്രവ്യാസക്തി, ചതി, വഞ്ചന, മറ്റൊരാളെ ചതിച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോയി ദാനം ചെയ്താൽ ദൈവം എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ദാനം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കുമ്പസാരം അത്യാവശ്യമാണ്. അത് പറ്റിയില്ലെങ്കിലോ നമ്മൾ തന്നെ നമ്മൾ ചെയ്തതൊന്നും ശരിയല്ല എന്നുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തോട് മാപ്പ് പറയണം. മാത്രമല്ല, നമ്മൾ ആരെ വഞ്ചിച്ചിട്ടുണ്ടോ, ആരെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവിടെ പോയിട്ട് അതിൻ്റെ പരിഹാരം ചെയ്യുകയും വേണം. പിന്നെ ദാനം ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാനായിട്ട് വേണ്ടിയാകരുത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയില്ല. ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ദാനം ചെയ്യണം. അങ്ങനെയാണല്ലോ റഫായേൽ മാലാഖ പറയുന്നത്. അതുപോലെ തോബിയാസ് മകനെ ഉപദേശിക്കുന്നത്. ഇന്നത്തെ ജപം. സർവശക്തനായ ദൈവമേ, അങ്ങേ പക്കൽ പ്രാർത്ഥിച്ചു വരുന്നവരെ എപ്പോഴും അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങളുടെ അപേക്ഷകൾ കൃപയോടുകൂടെ കേട്ടറിയണമേ. അങ്ങേ ശുശ്രൂഷികളായിരുന്ന ഞങ്ങളുടെ സംബന്ധികൾ ജീവനോടുകൂടെ ഇരുന്നപ്പോൾ അങ്ങിൽ വിശ്വസിച്ച് ശരണപ്പെട്ടുകൊണ്ട് മരിച്ചു. അതോർത്ത് അവർ ചെയ്ത കുറ്റങ്ങളൊക്കെയും പുറത്ത് അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തറിയണമേ. ആമീൻ. മറ്റു വിശ്വാസികളുടെ പ്രാർത്ഥനയും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും സാധാരണ ദിവസത്തെ പോലെ ചൊല്ലുക. ഇന്നത്തെ സുഹൃത ജപം. മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ, എൻ്റെ രക്ഷയായിരിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ദാനം കൊടുക്കണം. ശുദ്ധീകരാത്മാക്കളെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിക്കും
വലിയ പ്രതിഫലം അവർ തരും എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. എന്നാൽ പലതും നമുക്ക് മനസ്സിലാവില്ല ശുദ്ധീകരാത്മാക്കളാണ് രക്ഷപ്പെടുത്തിയത് എന്ന്. അതുപോലെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് മാധ്യസ്ഥത്തിനായി കൊടുത്താൽ അവർ തിരിഞ്ഞു നോക്കില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രമേ അതിനു വേണ്ടി മാത്രമേ അവർ പ്രയത്നിക്കുള്ളൂ. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് പറയും. അത് അവിടെ ഭാഗ്യമല്ല പ്രവർത്തിക്കുന്നത്, ചിലപ്പോൾ ശുദ്ധീകരാത്മാവായിരിക്കും. എന്നാൽ നമുക്കൊന്നും അറിയില്ല. ചിലപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ നേരെ എതിരെ വാഹനം വരും. ചിലപ്പോൾ അദ്ദേഹം മദ്യപിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഉറങ്ങിയിട്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് അത് വഴിമാറി പോണത് നമ്മൾ കാണും. എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും, രക്ഷപ്പെട്ടു, ദൈവമേ ഇപ്പം തന്നെ അത് എന്നെ വന്ന് ഇടിച്ചെങ്കിലോ, എന്തൊരു പോക്കാ പോയത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ശുദ്ധീകരാത്മാവായിരിക്കാം നമുക്ക് വേണ്ടി ആ ഡ്രൈവറെ ഉണർത്തുന്നതോ അല്ലെങ്കിൽ വണ്ടി തന്നെ വേറെ ദിശയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നത്. ഞാൻ പണ്ടൊരിക്കൽ ഇറ്റലിയിൽ നിന്ന് ഒരു സിസ്റ്ററിനുണ്ടായ അനുഭവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കുറച്ച് നേരത്തേക്ക് എന്തോ വന്ന് സിസ്റ്ററിൻ്റെ ഓർമ്മ പോയ പോലെയായി. കുറേ കഴിഞ്ഞപ്പോൾ എത്തേണ്ട സ്ഥലത്ത് സിസ്റ്ററിൻ്റെ വണ്ടി വന്ന് നിൽക്കുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശുദ്ധീകരാത്മാക്കളാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന് പിന്നീട് ബോധ്യം കൊടുത്തു. അങ്ങനെ ശുദ്ധീകരാത്മാക്കൾ കുറേ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരങ്ങനെ നമ്മുടെ പോലെ അതിങ്ങനെ അറിയിക്കണം, തെളിയിക്കണം എന്നുള്ള മനോഭാവം ഇല്ലാത്തവരാണല്ലോ. അവർക്ക് വേണ്ടി എവിടെ നിന്നാണോ പ്രാർത്ഥന വന്നുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തികൾക്ക് അപകടം വരുമ്പോൾ ശുദ്ധീകരാത്മാക്കൾ വന്നിരിക്കും തീർച്ചയായിട്ടും. ശുദ്ധീകരാത്മാവ് അങ്ങനെ ഒരു സഹായം കൊടുത്ത കഥ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എങ്കിലും ഈ അവസരത്തിൽ ഒന്നുകൂടെ ഓർമ്മ തട്ടിയെടുക്കുകയാണ്. ഫ്രാൻസിലാണിത് സംഭവിച്ചത്. എല്ലാ മാസവും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് വീട്ടുജോലിക്കാരിയാണ്. വലിയ വലിയ വീടുകളിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയായിരുന്നു. ഒരു ദിവസം ഒരു മാസത്തിൽ അവൾ അപ്രതീക്ഷിതമായിട്ട് ഒരു സംഭവം ഉണ്ടായി. അവളുടെ ജീവിതത്തിൽ അവളുടെ ജോലി നഷ്ടപ്പെട്ടു. അവളുടെ കയ്യിൽ പൈസ ഉണ്ടായില്ല. കുർബാന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആ മാസം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാന അർപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തു. കാരണം ആ കുർബാനപ്പണം കൂടി കൊടുത്താൽ പിന്നെ കയ്യിൽ നയാ പൈസയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പൈസയും ഇല്ല. അപ്പോഴെന്താണ് വേണ്ടത് എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തോന്നി, ഈശോയ്ക്കെല്ലാം സമർപ്പിക്കാം, അത് ചെയ്യാനുള്ളത് ചെയ്യാം എന്ന് വിചാരിച്ച് വേഗം തിരിഞ്ഞ് നടന്ന് ശുദ്ധീകരാത്മാക്കൾക്കുള്ള കുർബാനയുടെ പണം കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് അങ്ങനെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് പള്ളി വിട്ട് ഇറങ്ങി വരുമ്പോൾ നന്നായി വസ്ത്രധാരണം ചെയ്ത ഒരു മാന്യ വ്യക്തി അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്ന്, നീ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണോ എന്ന്. അവൾ ഓർത്ത്, ഇയാളെങ്ങനെയാണ് ഇതറിഞ്ഞത്? അത്ഭുതമായി. വളരെ സൗമ്യമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞു, ആ റോട്ടിൽ കൂടെ പോയിട്ട് വലത്ത് വശത്തുള്ള 3ാമത്തെ വാതിലിൽ ചെന്ന് മുട്ടി വിളിക്കി എന്ന് പറഞ്ഞ് അയാൾ പോയി. എന്തായാലും ഇവൾ ചിന്താക്കുഴപ്പത്തിലായെങ്കിലും ഇവൾ എന്ത് ചെയ്തു? ആ വഴിയിൽ കൂടെ പോയിട്ട് 3ാമത്തെ വീട്ടിൽ മുട്ടി വിളിച്ചു. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയാണ് വാതിൽ തുറന്നത്. അങ്ങനെ അവൾ ചോദിച്ചു, ഇവിടെ വീട്ടുജോലിക്ക് ആളെ വേണമെന്ന്. വൃദ്ധ വിചാരിച്ചു, ഇന്നലെ രാത്രി ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ വീട്ടുജോലിക്ക് ഒരാൾ വേണമെന്ന്, ഇവളെ എങ്ങനെ അറിഞ്ഞു? അങ്ങനെ അവർ സംസാരിച്ചിരുന്നു. അപ്പോൾ വൃദ്ധ ചോദിച്ചു, ആരാണ് നിന്നോട് പറഞ്ഞത് ഇവിടെ ജോലിക്ക് ആവശ്യമുണ്ടെന്ന്?
അപ്പോഴാണ് ഡൈനിങ് റൂമിൽ ഒരു ഫോട്ടോ കാണുന്നത്. നോക്കിയപ്പോൾ നേരത്തെ വന്ന ആൾ. അവൾ ആ വൃദ്ധസ്ത്രീയോട് പറഞ്ഞു, ഇദ്ദേഹമാണ് ഇപ്പോൾ തന്നെ പള്ളി വിട്ടിറങ്ങിയപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ജോലിക്ക് ആളാവശ്യമുണ്ടെന്ന്. വൃദ്ധ അത്ഭുതപ്പെട്ടു പോയി. അവർ പറഞ്ഞു, മോളെ, ഇത് 4 വർഷം മുമ്പ് മരണമടഞ്ഞ എൻ്റെ മകൻ ഹെൻറിയാണ്. ഇതുപോലെയാണ് ശുദ്ധീകരാത്മാക്കൾ സഹായിക്കുക. പ്രിയ കൂട്ടുകാരെ, ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമെന്ന് പറയാം, വലിയ അടയാളം. ഇന്ന് വരെ ഞാൻ അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് സഹായം ചോദിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണക്കമാസ പുസ്തകം ശരിക്കിരുന്ന് ധ്യാനിക്കാൻ എനിക്കിപ്പോഴാണ് പറ്റുക. തിരക്കാണ്, ജോലി തിരക്കൊക്കെ ഉള്ളത് കൊണ്ടും രോഗത്തിൻ്റെ തിരക്കും ഈ ചെക്കപ്പുകൾക്കൊക്കെ നടക്കുന്നതൊക്കെ കൊണ്ട് എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ വല്ലാണ്ട് വേദനിക്കുന്ന നിമിഷങ്ങളിലും സമയത്തും ഒന്നും പ്രാർത്ഥനയും ധ്യാനവും ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് ഈ വണക്കമാസ പുസ്തകം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഞാനും ധ്യാനിച്ച് പോവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇഷ്ടമാണ് അവർക്ക്. അതുപോലെ മെഴുകുതിരി കത്തിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വലിയ അനുഭവത്തിന് സാക്ഷിയായി കേട്ടോ. ഞാൻ ഇന്നലെ 2 ദിവസം മുമ്പ് ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്ലറ എൻ്റെ പള്ളിയിലുണ്ട്. പക്ഷേ അവിടെ ആരും വരാറില്ല. വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രമേ അവർ വരുള്ളൂ. അതിനുള്ള സാധ്യതകളേ ഉള്ളൂ. ഞാൻ ഇന്നലത്തെ ഓഡിയോയിൽ ആ കല്ലറയും ആ ഫോട്ടോയൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ മാസത്തിൽ കുർബാന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 2 പ്രാവശ്യം ആ ആളെ കണ്ടു കുർബാനയിൽ. ആ ആൾ വന്ന് പറഞ്ഞു, എൻ്റെ കല്ലറയിന്മേൽ തിരി കത്തിക്കണം, എനിക്ക് ആരും എൻ്റെ കല്ലറയുടെ അടുത്ത് വന്ന് നിൽക്കാനില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ സെമിത്തേരിയിലേക്ക് പോകാൻ പണ്ടൊക്കെ എപ്പോഴും സെമിത്തേരിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ സെമിത്തേരിയിലേക്ക് പോകാനോ എന്തെങ്കിലുമൊക്കെ നടന്ന് പ്രാർത്ഥിക്കാനോ ഒന്നുമുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പള്ളിയിൽ തന്നെ ഇരിക്കാറാണ് പതിവ്. ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി ആരോഗ്യം ഉണ്ടായപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോയി തുടങ്ങി. വലിയ ഒപ്പീസ് നടത്താൻ. ഒപ്പീസ് പള്ളിയിൽ സെമിത്തേരിയിലാണല്ലോ ഇപ്പോൾ എല്ലാ പള്ളികളിലും നടത്തുക. നവംബർ മാസമല്ലേ. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഒപ്പീസിൻ്റെ തുടക്കം ചൊല്ലി അച്ഛനും എല്ലാവരും സെമിത്തേരിയിലേക്ക് പോകും. അപ്പം ഞാനും പോയി തുടങ്ങി. അങ്ങനെ ഞാനൊരു 3-4 ദിവസമായി പോയി തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ സെമിത്തേരിയിൽ പോയി ഈ കല്ലറയുടെ അടുത്ത് നിൽക്കും. കാരണം ആ കല്ലറയുടെ അടുക്കൽ നിൽക്കാൻ ആരുമില്ല. അപ്പം ഞാൻ പോയിട്ട് നിൽക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത്, എനിക്ക് വേണ്ടി ഒരു മെഴുകുതിരി കത്തിക്കോ എന്ന്. മെഴുകുതിരി എങ്ങനെയാണ് കത്തിക്കുക എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കല്ലറയിൽ ഒരു അമ്മ ഒരു ഗ്ലാസ് ബൗൾ വെച്ച് അതിൻ്റെ ഉള്ളിൽ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നത് കണ്ടു. അപ്പം എനിക്കും ഐഡിയ വന്നു. അതായത് കല്ലറ കേട് വരാതെ ഇരിക്കണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ഞാൻ നിനക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കാം കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ പിറ്റത്തെ ദിവസം, അതായത് മിനിഞ്ഞാന്ന് ഗ്ലാസ് ബൗൾ കൊണ്ടുപോയി മെഴുകുതിരി അതിൻ്റെ ഉള്ളിൽ കത്തിച്ച് വെച്ചു. നമ്മൾ ഈ അവിടെ കുഞ്ഞൊരു പാത്രത്തിൽ മെഴുകുതിരി കത്തുന്ന ഒരു മെഴുകുതിരിയുടെ ഉണ്ടല്ലോ, അതിൻ്റെ ഒഴിഞ്ഞ ഒരു കവർ അവിടെ കിടക്കണ കണ്ടപ്പോൾ ആ കവറെടുത്ത് അതിൽ ഞാൻ ശരിക്കും നിലനിൽ നിൽക്കുന്ന 2 മെഴുകുതിരി കത്തിച്ചു. അതിൻ്റെ ബാഗിൽ എപ്പോഴും മെഴുകുതിരികളുണ്ടാവും. അങ്ങനെ അത് കത്തിച്ച് വെച്ചു. പ്രിയ കൂട്ടുകാരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാണ്, ഉടനടി ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ ആത്മാവിനെ കാണുകയാണ്. കണ്ടത് ഞാൻ വളരെ മുഷിഞ്ഞ പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ മരിച്ചിട്ട്, 1-1.5 വർഷമായിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു, സന്തോഷമായി എനിക്ക് എന്ന്. ഇതിൻ്റെ അർത്ഥം ആ മെഴുകുതിരി കത്തിച്ചത് കൊണ്ട് അവർക്ക് സ്വർഗം കിട്ടി എന്നല്ല, അവരെ ഭൂമിയിലൊരാൾ ഓർക്കുന്നുണ്ട് എന്നും അവർക്ക് വേണ്ടി ഒരു ചെറിയ കാര്യം
ഒരു തിരി കത്തിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അവരെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ അവരെ ഓർക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നമുക്കും അങ്ങനെയല്ലേ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് എന്ന് ഒരടയാളം കിട്ടി കഴിഞ്ഞാൽ വലിയ സന്തോഷമല്ലേ. നമ്മളെ ഓർക്കണേ ഇല്ലെങ്കിലോ, അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഞാനൊക്കെ ഇത്രയും വലിയ അസുഖമായിട്ട് കിടന്നിട്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് ഇത്രയും വലിയ ഓപ്പറേഷനും അസുഖങ്ങളൊക്കെ ആയിരിക്കുമ്പോഴും ഞങ്ങളോടൊന്ന് വിളിച്ച് ചോദിക്കുകയോ ഞങ്ങളെ കാണാൻ വരാതെ ഇരിക്കുകയോ ചെയ്യുന്നവരെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ അവർ നമ്മൾ ഓർക്കണേ ഇല്ല അല്ലേ എന്ന്. അപ്പോൾ അതൊരു വിഷമമാണ് നമുക്ക്. പിന്നെ കാണാൻ വരുമ്പോഴും അവർ നമ്മൾ ഓർത്ത് എന്ന് നമുക്ക് മനസ്സിലാകും, നമുക്ക് സന്തോഷമായി. വേറെ ഒന്നും കിട്ടാനല്ല, പൈസയോ മറ്റു സഹായങ്ങളോ ഭക്ഷണ സാധനമോ ഒന്നും കിട്ടാനല്ല, ഒരാൾ നമ്മളെ സ്നേഹത്തോടു കൂടി ഓർത്തു എന്നുള്ളത് നമുക്ക് സന്തോഷമല്ലേ. അതുപോലെ തന്നെയാണ് ശുദ്ധീകരാത്മാക്കൾക്കും നമ്മൾ അവരെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാൻ തിരി കത്തിച്ചു. 2 ദിവസം തിരി കത്തിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ തിരി കത്തിച്ചപ്പോൾ ഞാൻ ആ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ തിരി കത്തിച്ചു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് നിൻ്റെ അടുത്തേക്ക് വരാത്തത്. ഞാനെങ്ങനെ അവിടെ തട്ടിത്തടഞ്ഞ് വീണാൽ പിന്നെ എന്നെ നോക്കാനായിട്ട് ആരാ ഉണ്ടാവുക? എന്നോട് വീഴരുത് എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കണത്. ഞാൻ ആളോട് ഇങ്ങനെ പറഞ്ഞു, കാരണം ആൾ എൻ്റെ വലിയ കൂട്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് ഇന്നൊരു അടയാളം കിട്ടണം എൻ്റെ ജീവിതത്തിൽ. ഞാൻ 30 വർഷത്തോളമായി ശുദ്ധീകരാത്മാക്കളെ ഇങ്ങനെ കാണാനും കുറേ അനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ. പക്ഷേ ഇന്ന് വരെ ഞാൻ ഒരു ശുദ്ധീകരാത്മാവിനോടോ അല്ലെങ്കിൽ ഞാൻ ബലിയർപ്പിച്ചിട്ടുള്ള ശുദ്ധീകരാത്മാക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് രോഗം വന്നപ്പോൾ ഞാൻ പറയാതെ തന്നെ അവരെൻ്റെ അടുത്തേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇവരെന്തിനാണ് വന്നതെന്ന്. അങ്ങനെയാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു വലിയൊരു പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയ ദിവസമായിരുന്നു ഈ 2-3 ദിവസം. അതൊരു വലിയ കാര്യമാണ്. സാത്താൻ നന്മ ചെയ്യിക്കാനായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. അങ്ങനെ അതൊരു ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്, ഒരു ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ. അപ്പം നമ്മൾ പറഞ്ഞതല്ല അങ്ങോട്ട് മനസ്സിലാകുക, അതല്ലെങ്കിൽ അപ്പുറത്തുള്ളവരുടെ അഹങ്കാരം മൂലം അവർക്ക് എല്ലാം അവരാണ് നല്ലതെന്നും ശരിയെന്നും തോന്നുകയാണ്. അപ്പോഴാണ് ബന്ധങ്ങൾ ഉലയുക. ഇത് വേറൊരു പ്രത്യേകമായിട്ടൊരവസ്ഥ. ഞാൻ ഓർത്തു, ഇത് ശുദ്ധീകരാത്മാക്കൾക്കൊന്ന് കൊടുത്തു നോക്കാം, അപ്പോൾ എൻ്റെ ജീവിതത്തിലും വലിയൊരു അടയാളം വരുമല്ലോ. സത്യം പറഞ്ഞാൽ അത് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, കാരണം അത് നടക്കാൻ സാധ്യതയില്ല. ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു ആളുകളുമായിട്ടുള്ളൊരു ചെറിയൊരു കാര്യമാണ്. അത് അവർക്ക് അത് തിരിച്ചറിവ് കിട്ടണം, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്നെ സംബന്ധിച്ചത് വലിയ പ്രശ്നമൊന്നുമല്ല. എങ്കിലും അവരുടെ അഹങ്കാരം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇവർ ഈ അഹങ്കാരത്തിൽ മരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് അവരുടെ അഹങ്കാരം ഒന്ന് മാറ്റിയിട്ട് എളിമയുടെ തലത്തിലേക്ക് അവരൊന്ന് എത്താൻ ഈ ശുദ്ധീകരാത്മാക്കളോടൊന്ന് പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ അത് 2 തരത്തിൽ പ്രയോജനമാണ്. ഒന്ന്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു പാപിയുടെ മാനസാന്തരമാണ്, എളിമപ്പെടുത്തുക. 2, ആ എളിമപ്പെടുത്തലിലൂടെ പാപിയുടെ ആത്മാവിനെ നേടിയെടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഗുണം, ഒരു ഫലം എനിക്ക് കിട്ടുമല്ലോ. അത്രയും മതി. പക്ഷേ ഈ ഭൗതികമായ ഈ ഒരു നിയോഗം നടക്കാൻ, അതായത് അയാളുടെ അഹങ്കാരം മാറണം, സത്യം തിരിച്ചറിയണം. ഞാനിത് നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എങ്കിലും ഞാൻ വെറുതെ ഈ ആളോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം ഏൽപ്പിക്കുന്നുണ്ട്, ഇന്ന കാര്യത്തിൽ പോയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇടപെടും. ഞാൻ ഇത്രയും എൻ്റെ ജീവിതം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പാപികളുടെ രക്ഷയും പാപികളുടെ മാനസാന്തരവും ആത്മാക്കളുടെ രക്ഷയുമാണല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടിക്കൊടുക്കണം. അപ്പം അതുകൊണ്ട് മരിച്ചുപോയ ആത്മാക്കളെയും ജീവിച്ചിരിക്കുന്ന ആത്മാക്കളെയും ഇത് വല്ലവരും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പറയും, ഓ ഈ ആൻറ്റിയല്ലേ മനുഷ്യരെ രക്ഷിക്കാൻ ഈശോയുണ്ട് എന്നാണ് പറയുക. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈശോ തന്നെയാണ് നമ്മളെ രക്ഷിച്ചത്. നമ്മൾ കൂടെ നിന്ന് ഈ മരിച്ചവർക്ക് വേണ്ടി ഓരോ സഹനങ്ങൾ കാഴ്ചവെക്കണം. അത് ഈശോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനങ്ങനെ ഇവരെ അതേൽപ്പിച്ചു.
ഇയാൾ അത് ചെയ്തു തരാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല, കാരണം കുറച്ച് നാളെ മരിച്ചിട്ടായിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു, അനേക ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി കുർബാന അർപ്പിക്കുന്നുണ്ടല്ലോ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്കൊക്കെ വേണ്ടി അർപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങളെ ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം തിരി കത്തിച്ചു. ഇന്നലെ തിരി കത്തിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും ആരും പറഞ്ഞ് വിശ്വസിക്കില്ല, ആ വ്യക്തിയുടെ വലിയ മാനസാന്തരം 2 ദിവസം കൊണ്ടാണ് സംഭവിച്ചത്. ഒപ്പം പരിശുദ്ധ കുർബാന ആൾക്ക് വേണ്ടി അർപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, പരിശുദ്ധ കുർബാന എന്ന അത്ഭുതകരമായിട്ടുള്ള ആ വിടുതൽ, ആ സമയത്ത് ഞാൻ അയാളെ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുശരീര രക്തത്തിൽ ചേർത്ത് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നപ്പോൾ ഫോൺ വന്നിരിക്കുകയാണ്. എൻ്റെ ഫോണിലേക്കല്ല, വേറെ ആളുടെ ഫോണിലേക്ക്. വലിയ മാനസാന്തരം നടന്ന് ആ കാര്യം രണ്ടാമത് അദ്ദേഹം എടുത്തു എന്നുള്ള ഒരു ന്യൂസ് എനിക്ക് ഈ ഒരു വ്യക്തി പറഞ്ഞു തന്നു. ഇങ്ങനൊരു അത്ഭുതം നടന്നിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ആണോ? എൻ്റെ ഈശോയെ, ഈ ശുദ്ധീകരണാത്മാക്കൾക്ക് ഭയങ്കര പവറുണ്ടെന്ന് എനിക്ക് ഇന്നലെ മനസ്സിലായി. സത്യം പറഞ്ഞാൽ അവരുടെ മാധ്യസ്ഥത്തിനെ കുറിച്ച് ഇന്നലെയാണ് ഞാൻ ആ ഓഡിയോ മെസ്സേജ് ശരിക്കും ഇടുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അതാണ് നമ്മുടെ വണക്കമാസ ധ്യാനത്തിൽ കാണുന്നത്. എനിക്ക് വലിയ അതിശയമായി കേട്ടോ. അതുകൊണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാണ്, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി സഹനങ്ങൾ കാഴ്ചവെച്ചോ. ഇന്ന ആത്മാവിനൊന്നും പറയണ്ട, ശുദ്ധീകരണ സ്ഥലത്ത് വിഷമിക്കുന്ന ഏതെങ്കിലും ആത്മാവിന് വേണ്ടി കർത്താവ് എൻ്റെ സഹനം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പിതാവായ ദൈവത്തിന് ഈശോയുടെ ബലിയോട് ചേർത്ത് കാഴ്ചവെക്കണമേ. അപ്പോൾ രക്ഷപ്പെടുന്ന ആത്മാക്കൾ ഇതുപോലെ രക്ഷിക്കും. എൻ്റെ ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി, ശുദ്ധീകരണാത്മാക്കളോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കും. എങ്ങനെയാണ് നടക്കുക എന്നറിയോ? നമ്മളിവിടെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അവർക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകണം. എന്നാലേ അവർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ. അവരോട് സ്നേഹം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഈ ഓഡിയോ മെസ്സേജ് ഇട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായി കേട്ടോ. അത് ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ. ശുദ്ധീകരണാത്മാക്കൾക്കൊക്കെ ഇങ്ങനെ സഹായിക്കാൻ വരാൻ പറ്റുമോ? ഇതെന്ത് വെഡിത്തരേ പറയണേ, മണ്ടത്തരം. ഇതൊക്കെ വിശ്വസിക്കാവുന്നതാണോ എന്നൊക്കെ പലരും ചോദിക്കും. ശുദ്ധീകരണാത്മാക്കൾക്ക് ഒന്നിനും പറ്റില്ല, അവരവിടെ സഹിക്കുക എന്നൊക്കെ പറയും. പക്ഷേ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ വായിച്ചു നോക്കാം. അതിൽ കർത്താവ് ധനവാൻ്റെയും ലാസറിൻ്റെയും ഉപമ പറയുന്നുണ്ടല്ലോ. ധനവാൻ അവിടെ സഹിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റേ ലാസർ അവിടെ സഹിക്കണില്ല. കാരണം അവൻ്റെ സഹനം ഭൂമിയിൽ അവൻ കഴിച്ചു തീർത്തു. അവന് പൈസ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ദരിദ്രനായിരുന്നു, നല്ല സഹനമായിരുന്നു. എന്നിട്ട് നമുക്കറിയാം, അവിടെ ചെന്നപ്പോൾ അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ നോക്കിയിട്ട് ധനവാൻ പറയുന്നുണ്ട്, അബ്രാഹമേ ഇവനെ ഒന്ന് എൻ്റെ അടുത്തേക്ക് വിട്ടൊരു തുള്ളി വെള്ളം ഒന്ന് തരുമോ എന്ന്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ വലിയ ഗർത്തമുണ്ട്. അതായത് നന്മ ചെയ്തവരിയ്ക്കുന്ന സ്ഥലവും തിന്മ ചെയ്തവർ സഹിക്കുന്ന സ്ഥലവും തമ്മിലൊരു ഗർത്തമുണ്ട്. ഈ നന്മ ചെയ്ത ശുദ്ധീകരണാത്മാവിന് പോയിട്ട് കഷ്ടപ്പെടുന്ന ശുദ്ധീകരണാത്മാവിനെ സഹായിക്കാൻ ഒരിക്കലും പറ്റില്ല. ശുദ്ധീകരണാത്മാക്കൾക്ക് അങ്ങനെ പരസ്പരം സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പറയുന്നുണ്ട്, വലിയൊരു ഗർത്തമുണ്ടെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഈ ധനികൻ പറയാണ്, ധനികന് സഹോദര സ്നേഹമുണ്ട് കേട്ടോ. ദരിദ്രനെ സഹായിച്ചില്ലെങ്കിലും പണക്കാരന് സ്വന്തം സഹോദരനോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ലാസറിനെ ഒന്ന് ഭൂമിയിലേക്ക് അയക്കുമോ? എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ തന്നെ ജീവിക്കണേ, ഇനി അവരും ഇവിടെ വരണ്ട, ഏതായാലും ഞാൻ വന്നു പെട്ടു, ഒന്ന് അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അബ്രാഹം പറഞ്ഞില്ലല്ലോ, ലാസറിനെ അങ്ങോട്ട് അയക്കാൻ പറ്റില്ല, ഞങ്ങൾക്കും അവർക്കും തമ്മിൽ വലിയ ഗർത്താണ്, അതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞയക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. പറഞ്ഞയക്കാനൊക്കെ പറ്റും, പക്ഷേ ഞാൻ പറഞ്ഞയക്കണില്ല.
കാരണം അവിടെ മോശം പ്രവാചകന്മാരൊക്കെ ഉണ്ട്. കുറേ ആളുകൾ നല്ലത് പറയുന്നുണ്ട്, അവരനുസരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണമെങ്കിൽ അബ്രാഹാം അയച്ചു കഴിഞ്ഞാൽ വരാം, ഭൂമിയിലേക്ക് വരാൻ പറ്റാതെയല്ല, അബ്രാഹാം അയക്കണില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അയക്കില്ല, അവിടെയുള്ള ആളുകളെയൊക്കെ അനുസരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് ദൈവം അനുവദിച്ചാൽ ഇങ്ങോട്ട് അടയാളങ്ങൾ വരാൻ കഴിയും. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്. സമ്പൽ സമൃദ്ധി അഹങ്കാരവും നിമിത്തം നശിച്ചു പോകുന്ന ഒരാത്മാവിൻ്റെ സാദൃശ്യത്തിലൂടെയാണ് യേശു നമ്മളോടിത് ഉദ്ബോധിപ്പിക്കുന്നത് എന്ന്. ധനവാൻ തനിക്കും ദരിദ്രനും മധ്യം മറികടക്കാനാവാത്തൊരു ഗർത്തം സൃഷ്ടിച്ചു. അതായത് മറ്റുള്ളവരെ മറന്നുപോയാൽ, സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഗർത്തം വരുമെന്ന്. നല്ല ആത്മാക്കൾ എന്തുണ്ടാകും? അബ്രാഹത്തിൻ്റെ മടിക്ക് എത്തും. അബ്രാഹത്തിൻ്റെ മടി എന്ന് പറഞ്ഞ വിശ്രമസ്ഥലമാണ്. അപ്പോൾ വിശുദ്ധരുടെ ആത്മാക്കൾ ക്രിസ്തുവിൻ്റെ മരണം വഴി സ്വർഗം തുറക്കപ്പെടുന്നത് വരെ വിശ്രമിക്കുന്ന സ്ഥലമാണ് അബ്രാഹത്തിൻ്റെ മടി. സ്വർഗം തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന എന്ന യേശുവിൻ്റെ പീഡാസഹന മരണത്തിലൂടെ നമുക്ക് ആദിഭാവത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള സ്വർഗവാതിൽ, അടഞ്ഞുകിടന്ന വാതിൽ തുറന്നു. ഇനിയിപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധ വസ്ത്രം ധരിക്കണം. ആ വിശുദ്ധി നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇവിടെയും കിടന്ന് സഹിക്കണത്. അപ്പോൾ ഈ അബ്രാഹത്തിൻ്റെ മടി വിശ്രമസ്ഥലമാണ്. അബ്രാഹത്തിൻ്റെ മടിയിൽ തന്നെ കുറേ തട്ടുകളുണ്ടാകാം. ആ നല്ലൊരു തട്ടിലായിരിക്കാം ലാസർ കിടന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കണില്ലേ, യേശു പാതാളത്തിലിറങ്ങി എന്ന്. ഞാൻ മുന്നേ നമ്മൾ പറഞ്ഞല്ലോ, പാതാളം എന്ന് പറയുന്നത് നരകമല്ല, പിന്നെയോ വിശ്രമസ്ഥലമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ അവിടെ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് കുറച്ച് പരിഹാരമൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അതായത് അവരതിന് യോഗ്യതയുള്ളതായി തീരുമ്പോൾ. അപ്പോൾ ഈ ഒരു ഉപമയിൽ കർത്താവ് പറയുന്ന കാര്യം ശരിക്കും ഓർത്താൽ നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണമെങ്കിൽ ഈശോ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം. അല്ലാതെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ ഒരിക്കലും സാധിക്കില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ശുദ്ധീകരാത്മാക്കളോട് നമുക്ക് പ്രാർത്ഥന ചോദിക്കാം. ചിലപ്പോൾ നമ്മുടെ ആത്മാക്കളാവില്ല രക്ഷിക്കുക. നമ്മൾ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കുർബാനപ്പണം കൊടുക്കുകയും കുർബാന അർപ്പിക്കുകയും, അതല്ലെങ്കിൽ പണമില്ലാത്തവർ ആത്മാർത്ഥമായിട്ട് കുർബാന അർപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ സഹനങ്ങളാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ സഹിച്ച് കാഴ്ചവെക്കുക. ദൈവമേ, ഇത് പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ദൈവമേ, ആർക്കാണോ ആവശ്യം കൂടുതൽ, ഈശോയെ എന്നുള്ള പ്രാർത്ഥനയിൽ അതല്ലേ നമ്മൾ പ്രാർത്ഥിക്കണേ. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഇത് ധ്യാനിച്ചങ്ങോട്ട് ചൊല്ലിയിട്ട് എല്ലാ സഹനങ്ങളും പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുത്താൽ അനേക ശുദ്ധീകരാത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. അവർ നമ്മളെ രക്ഷിക്കുകയും ചെയ്യും. ദൈവം ഇതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. ഇവർക്ക് സഹായം ചെയ്യുമ്പോൾ ഓർക്കണേ, നമ്മുടെ മനസ്സ് ദൈവേഷ്ട പ്രസാദത്തിലായിരിക്കണം. മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും വേദനിപ്പിച്ചും അങ്ങനെ നമ്മൾ ദുഷിച്ചത് പറഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവേഷ്ട പ്രസാദത്തിലല്ല. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ദൈവേഷ്ട പ്രസാദത്തിലാണോ, ദൈവത്തിൻ്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്യുന്നതെന്ന് ചിന്തിക്കണം. എന്നിട്ട് നമുക്ക് ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാം. അപ്പോൾ വലിയ ഫലം കിട്ടും. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടായ്മയിൽ ഷീന എന്ന് പറയുന്ന മകൾക്ക് ആത്മാക്കളുടെ ഒരു പാട്ട് ലഭിച്ചിരുന്നു. ആ പാട്ട് ഞാനിതിൽ നിങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കേൾക്കാം. ശുദ്ധീകരാത്മാക്കളെ ഓർക്കാം. രാത്രി തന്നിദ്രയിൽ നിന്നും തട്ടി വിളിച്ചിട്ടു മാലാഖ ചൊല്ലി പോകാം നമോ
സമയമായതെല്ലും നേരമില്ലെന്ന് മാലാഖയിൻ കാതിൽ ചൊല്ലി. ഉറ്റവരോടൊന്നും യാത്ര പറഞ്ഞില്ല, തെല്ലുമേ ഞാനൊരുങ്ങിയില്ല. കടമകളൊത്തിരി ചെയ്യുവാനുണ്ടെന്ന് മാലാഖയോടു ഞാൻ കെഞ്ചി. പോകാം, നമുക്കു പോകാം, ഈശോ തൻ ചാരേ പോകാം. സമയമായതെല്ലും നേരമില്ലെന്ന് മാലാഖയിൻ കാതിൽ ചൊല്ലി. പുഞ്ചിരി തൂകി കരം പിടിച്ചെന്നെ മാലാഖയെങ്ങോ പറന്നോ. അറിയാത്ത ദേശവും കാണാത്ത കാഴ്ചയും കൺമുൻപിൽ മിന്നി മറഞ്ഞു. ഒടുവിലായെത്തി താതനാമരികെ മാലാഖ വൃന്ദത്തിൻ നടുവിൽ. ഒത്തിരി വിശുദ്ധരും മാതാവും ചേർന്നൊരു മൂലോക സ്വർഗമുണ്ടവിടെ. രാത്രി തന്നിദ്രയിൽ നിന്നും തട്ടി വിളിച്ചിട്ടു മാലാഖ ചൊല്ലി. പോകാം, നമുക്കു പോകാം, ഈശോ തൻ ചാരേ പോകാം. സമയമായതെല്ലും നേരമില്ലെന്ന് മാലാഖയിൻ കാതിൽ ചൊല്ലി. സമയമായതെല്ലും നേരമില്ലെന്ന് മാലാഖയിൻ കാതിൽ ചൊല്ലി. പ്രിയ കൂട്ടുകാരെ, ഈ പാട്ട് പ്രാർത്ഥനാ കൂട്ടായ്മയിലെ സാധാരണ മാതാവ് പാട്ട് പറഞ്ഞു കൊടുക്കുന്ന ഷീന എന്ന് പറയുന്ന മകൾക്ക് കിട്ടിയതാണ്. ട്രീസ എന്ന് പറയുന്ന മകളാണ് ഇത് പാടിയത്. നിങ്ങൾക്ക് ഇവരെ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ്. ദൈവം പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണിവർ. അമ്മ മാതാവ് പാട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു, അത് പാടാൻ മറ്റൊരു മകളെ ദൈവം ഉപയോഗിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ അനേകം മക്കൾക്ക് പ്രാർത്ഥനകളും പാട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ഉപയോഗത്തിനായിട്ടത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിലൂടെ ആത്മാക്കൾ സന്തോഷിക്കുന്നെങ്കിൽ സന്തോഷിക്കട്ടെ, ആശ്വസിക്കട്ടെ. ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കാം. ആമേൻ.